ചെറിയ യാത്ര, കുറേയേറെ ഓർമ്മകൾ. സമനേട്ടൻ്റെ ട്രാവൽ കമ്പനിയായ ഏജീസ് ട്രാവൽ ആൻഡ് മീഡിയയുടെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ നിന്നാണ് നമ്മുടെ യാത്രയുടെ തുടക്കം. അപ്പോൾ നമ്മുടെ പുതിയ ട്രാവൽ പേജായ ഏജീസ് ട്രാവൽ ആൻഡ് മീഡിയ ഫോളോ ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് ചെയ്തേക്കണേ. അങ്ങ് വയനാട് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെയും ലക്ഷദ്വീപിൽ നിന്നുള്ള കുറേ സുഹൃത്തുക്കളും കൂടെ ചേർന്ന് 36 പേരുള്ള നമ്മളുടെ ആദ്യത്തെ ക്യാമ്പിംഗ് ട്രിപ്പ്. സത്യത്തിൽ ഒരു കൂട്ടം അപരിചിതർ, പക്ഷെ ബസ്സിൽ കയറിയ നിമിഷം മുതൽ മുൻജന്മ ബന്ധം പോലെ ഒറ്റ കുടുംബം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്കായി തയ്യാറാക്കിയ മധുരത്തിൽ തുടങ്ങി അടിച്ചു പൊളിക്കുക എന്ന ഒറ്റ മനസ്സിൽ യാത്ര തുടങ്ങി. പാട്ടും ഡാൻസും ചിരിയും യാത്ര തന്നെ ഒരു ആഘോഷമായി മാറിയ കാഴ്ച. നേരെ അടിമാലിയിലെ ഫ്ലോർ ആൻഡ് ഫോണ എന്ന എക്കോ പാർക്കിലേക്ക്. എല്ലാവരിലും കുട്ടികളിൽ ഉണ്ടാകുന്ന അതേ കൗതുകം, എക്സൈറ്റ്മെൻറ്റ്. ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ വാട്ടർഫോൾ, ഒരുപാട് ജീവികളുടെ രൂപങ്ങൾ, കണ്ടതും കാണാത്തതുമായ ചെടികൾ, ഏത് ചൂടിലും ആശ്വാസമേകാൻ ആർട്ടിഫിഷ്യലായിട്ടുള്ള മഴ. ഏറ്റവും പ്രത്യേകത ഇതുവരെ കാണാത്ത കേൾക്കാത്ത പക്ഷികളും മൃഗങ്ങളും. പാമ്പിനെ വരെ മാലയായി കഴുത്തിൽ തൂക്കി ധൈര്യം തെളിയിച്ച കുറേ ചങ്കുകൾ. ഏത് പ്രായക്കാർക്കും സത്യത്തിൽ കൗതുകം തോന്നിപ്പിക്കുന്ന ഒരിടമായിരുന്നു കേട്ടോ. നല്ല കിഡിലൻ ഫിഷ് കറി മീൽസും പായസവും ഒക്കെ ആയിട്ട് വിശാലമായിട്ടുള്ള ഊണ്. അതിനുശേഷം ബസ്സിൽ നേരെ നമ്മളുടെ ക്യാമ്പിംഗ് ലൊക്കേഷനായ ക്യാമ്പ് ലൈറ്റ് റിസോർട്ടിലേക്ക്. വളരെ ഉയരമുള്ള ഒരു മലമുകളിൽ വ്യത്യസ്തമായിട്ടുള്ള താമസ സൗകര്യങ്ങളുള്ള വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞ് റിസോർട്ട്. നല്ല ഉറവയുള്ളൊരു വലിയ കുളമുണ്ട് കേട്ടോ. അതാണ് ഇവിടുത്തെ പ്രധാന ആകർഷണമായിട്ട് എനിക്ക് തോന്നിയത്. ഏത് ചൂടിലും നല്ല തണുത്ത വെള്ളം. മൂന്നാറിൻ്റെ തണുപ്പിൽ ഇറങ്ങാൻ മടിച്ച് കുറച്ച് പേർ ഇരുന്നെങ്കിൽ ഞങ്ങൾ കുറേ പേര് അങ്ങ് ചാടി തിമിർത്തു. സൂര്യാസ്തമയത്തിൻ്റെ എല്ലാ ഭംഗിയും അതേപോലെ പകർത്താൻ പറ്റുന്ന ഒരിടം. പ്രകൃതിയും നമ്മളും ഒന്നായി ചേർന്നൊരവസ്ഥ. ഇരുട്ടാവും തോറും തണുപ്പ് കൂടി വന്നു. ക്യാമ്പ് ഫയറൊക്കെ വെച്ച് അതിന് ചുറ്റും ഞങ്ങളെല്ലാവരും ആട്ടവും പാട്ടും ഗെയിമുകളും കഥ പറച്ചിലുകളും എല്ലാമായി വൈകും വരെ. ഏറ്റവും രാത്രിയായപ്പോൾ ഒരു നൈറ്റ് വാക്കിംഗ്. വിശാലമായിട്ടുള്ള പാറപ്പുറത്ത് മലർന്നു കിടന്ന് ആകാശക്കാഴ്ചയുടെ മഹാപ്രളയത്തിലേക്ക്. ഉച്ചയിൽ സൂര്യൻ വന്നാലും എഴുന്നേക്കാത്തവർ പോലും അതിരാവിലെ സൂര്യോദയം കാണാൻ ആകാശത്തെ തൊട്ട് നിൽക്കുന്ന പോലുള്ള ഒരു വിശാലമായ പാറയിലേക്ക് നടന്നു കയറി. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗി ഫീൽ. ഏറ്റവും നിശബ്ദമായിട്ടുള്ള പ്രകൃതിയും കിളിക്കൊഞ്ചലുകളും മാത്രം. രാവിലത്തെ കാപ്പികുടി ആക്ടിവിറ്റിയും എല്ലാം കഴിഞ്ഞ് കൂടെ വന്ന പ്രിയപ്പെട്ടവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങൾ തകർത്തു. ഉച്ചവരെ ഫോട്ടോ വീഡിയോ സെഷൻസ് ആയിരുന്നു. മനോഹരമായിടത്ത് മറക്കാനാവാത്ത ഓർമ്മകളുമായി കുറേ മൊമെൻറ്റ്സ്. ഭക്ഷണശേഷം മലയിറങ്ങി നേരെ മംഗലത്തെ നൂൽപ്പാലത്തിലൂടെ ഒരനുഭവം. അവിടെ നിന്ന് ഭൂതത്താൻകെട്ട് എക്സ്പ്ലോർ ചെയ്ത് തിരികെ വണ്ടി. ഒട്ടും ഓളം കുറയാതെ ഹൈ വോൾട്ട് വൈബിൽ തിരികെ വന്നു. ഇന്നലെ ഗെയിം നടന്നിട്ടുണ്ടായിരുന്നു. ജയിച്ച ടീമിന് സമ്മാനം. ഓരോ യാത്രകളും സമ്മാനിക്കുന്നത് കാഴ്ചകളും അനുഭവങ്ങളും മാത്രമല്ല, എന്നും നിലനിൽക്കുന്ന അഗാധ സ്നേഹബന്ധങ്ങൾ കൂടെയാണ്. അപ്പോൾ തൽക്കാലം നിർത്തുകയാണേ. ഞങ്ങളുടെ സന്തോഷം നിങ്ങളിലേക്ക് കുറച്ചെങ്കിലും പകർത്താനായി എന്ന് കരുതട്ടെ. നമ്മളുടെ ഈ പുതിയ ട്രാവൽ പേജ് ഇനി ഫോളോ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ചെയ്യുക. തുടർന്ന് വരുന്ന എല്ലാ യാത്രകളുടെ അറിയിപ്പും വിശേഷങ്ങളും ഇതിലൂടെയാണ് ഷെയർ ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നിങ്ങളുടെ സ്വന്തം അന്നമ്മ.